ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഭദ്ര ആൻഡ് വാച്ചിങ് ശ്രീ ഭദ്ര ശ്രീ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുട്ടി ഓണം വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളും പിന്നെ ഉത്രാട ദിനത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നാണ് ഉത്രാടം. ഒരു വലിയ ഉരുളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസം വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ വെളിയിൽ വെച്ചിട്ടാണ് പായസം വെക്കുന്നത്. ഇത് തേങ്ങ ചിരണ്ടുന്ന മെഷീനാണ് കേട്ടോ. ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് തേങ്ങയൊക്കെ ചിരണ്ടുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് പണി കഴിയും, കാരണം ഒരുപാട് തേങ്ങയുണ്ട്. പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പരിപ്പ് പായസമാണ് വെക്കുന്നത് കേട്ടോ. പരിപ്പൊക്കെ ഇതുപോലെ കഴുകി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചിരണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ തേങ്ങയുണ്ട് ഗൈസ്, ഒരുപാട് തേങ്ങയുണ്ട്. ഈ ഒരു മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിയുന്ന മെഷീനാണ്. ഇതിനകത്തേക്ക് ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് കറക്കി 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 ഇതുപോലെ തേങ്ങാപ്പാൽ വരും ഗൈസ്. ഈ ഒരു മെഷീൻ വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിയുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാലൊക്കെ അരിച്ച് വലിയ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഉരുളിക്കകത്താണ് നമ്മൾ പായസം വെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ തേങ്ങാപ്പാലെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടു. അപ്പോൾ നമുക്കിനി പായസം വെക്കാൻ പോവാണ്. അപ്പോൾ വലിയൊരു പാത്രം നിറയെ നെയ്യാണ്. അപ്പോൾ തന്നെ ഉരുളി ചൂടായിട്ട് അതിനകത്തേക്ക് നെയ്യൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരുപാട് നെയ്യ്, ഒരു പാത്രത്തിൻ്റെ പകുതിയോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം അത്രയും ക്വാണ്ടിറ്റി വേണം ഗൈസ്. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നെയ്യൊക്കെ ഉരുകിയിട്ടുണ്ട്. അതിന് നമ്മൾ ശർക്കര ചേർക്കാൻ പോവാണ് ഗൈസ്. ഒരുപാട് ശർക്കരയുണ്ട്, ഒരു ലോഡ് ശർക്കര ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ശർക്കര ഒരുപാടുണ്ട്, അത് മൊത്തം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ആ ഒരു നെയ്ക്കകത്തോട്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഉരുക്കിയെടുക്കണം ഗൈസ്. ഈ ശർക്കരയെല്ലാം ഇതുപോലെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഈ ശർക്കരയെല്ലാം ഇങ്ങനെ ഉരുകി വരും ഗൈസ്. നല്ലപോലെ ഉരുകി സെറ്റായി വരും. ഫ്രണ്ട്സ്, അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മഴയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ പായസം വെക്കുകയാണ് ഗൈസ്. നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ ഇവിടെ പരിപ്പൊക്കെ വേവിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പരിപ്പ് വെച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ശർക്കരയെല്ലാം ഇതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ശർക്കരയിലോട്ട് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വേവിച്ച് വെച്ച പരിപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. അപ്പോൾ ഇതുപോലെ വേവിച്ച് വെച്ച പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പാത്രം പരിപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഒരുപാട് പരിപ്പ് വേവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇനി കുറുക്കിയെടുക്കണം. അപ്പോൾ എന്തായാലും കുറേ സമയമാകും പായസം ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന് നല്ലപോലെ കുറുകി സെറ്റാവട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ കുറുകി വന്നപ്പോഴത്തേനും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറേ നേരം ഇങ്ങനെ വറ്റിച്ച് അങ്ങനെ അവസാനം പായസം റെഡി ആയിട്ടുണ്ട് ഗൈസ്. കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് പായസം ഇവിടെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതുപോലെ ഒരുപാട് പായസം. ഓക്കെ, അപ്പോൾ ചൂടോടെ തന്നെ കുറച്ച് പായസം എടുത്തും കുടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മളിതാ ഈ പായസം എല്ലാം ഓരോ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഗൈസ്. ഇതുപോലെ ചൂടോടെ തന്നെ കൊണ്ട് കൊടുക്കുകയാണ് ഓരോ പാത്രത്തിലാക്കിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പായസമൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേനും നമ്മളുടെ പൂവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ജമന്തിയും നമ്മളുടെ അരളിപ്പൂവെല്ലാം ഇവിടെ ഒരുപാട് പൂവെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. ഇതുപോലെ രാത്രിയിൽ അരിമാവ് വെച്ചിട്ട് കോലം വരയ്ക്കുകയാണ് ഗൈസ്. ഇതുപോലെ അരിമാവ് വെച്ചിട്ട് കോലം വരയ്ക്കുകയാണ്. മാവേലീനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ കോലം. ഇനി നമ്മൾ കൈ ഇതുപോലെ അരിമാവിൽ ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ ഭിത്തിയിൽ വാതിലിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെ കൈ പതിപ്പിക്കുകയാണ് ഗൈസ്. ഇതുപോലെ ഇതുപോലെ കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പതിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ കൈയുടെ പാട് വരും. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. കഴിഞ്ഞ വർഷത്തെ കൈ താഴെയുണ്ട്. ഇത് നമ്മളിതാ ഇതുപോലെ കഥകയിലും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇതുപോലെ നമ്മളുടെ കൈ വെച്ച് കൊടുക്കുന്നുണ്ട് അരിമാവൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഓണം ലുക്ക്. ഇതാണ് എൻ്റെ ഓണം ലുക്ക്. ഞാൻ ഒരു ഫ്രോക്കാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ സ്വന്തം ഡിസൈനാണിത്.
ഇത്ര ആയിട്ടുണ്ട് പൂക്കളം. ഇത് നന്നാവോ കൊള്ളില്ലാണ്ടാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെൻ്റെ സ്വന്തം ഡിസൈനാണ്. പിന്നെ നമ്മൾ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ പൂക്കളം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ഊഞ്ഞാൽ ഗൈസ്. ഊഞ്ഞാലൊക്കെ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സദ്യയാണ് ഗൈസ്. ഓണത്തിൻ്റെ മെയിനായുള്ള സദ്യയാണ്. അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു കുഞ്ഞ് റീലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിനി ഈച്ചയ്ക്കും ഉറുമ്പിനും കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അരി വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ പീസ് ഇലക്കകത്ത് വെച്ച് ഒരു തിരിയും കത്തിച്ച് എല്ലാ റൂമിലും ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഉറുമ്പൊക്കെ വന്നിട്ട് കഴിക്കുന്നതാണ് പറയുന്നത്. ഈച്ചയ്ക്കും ഉറുമ്പിനും തലവല്യ പൊട്ടനും കൊടുക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. അതിനുശേഷം ഒരു വലിയ പന്തമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. പന്തം നല്ലപോലെ നല്ലെണ്ണയിലൊക്കെ മുക്കിയിട്ട് ഇത് കുറേ നേരം കത്തണമല്ലോ, അതുകൊണ്ട് തന്നെ നല്ലപോലെ നല്ലെണ്ണയിലൊക്കെ മുക്കി അതിനെ കത്തിച്ചിട്ട് നമ്മൾ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അതുപോലെ നല്ലെണ്ണയിൽ മുക്കിയിട്ടുണ്ട്. അതിൻ്റെ നമ്മളൊരു തിരി വെച്ച് അതിനെ കത്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു വലിയ ഇലക്കകത്ത് ആ ഒരു അരി വറുത്ത് പൊടിച്ചത് ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി അത് നേരെ കൊണ്ടുപോയി നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പന്തം കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഓണം വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.